എന്തായാലും സത്യങ്ങൾ എന്നായാലും എല്ലാവരും അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ അത് സങ്കടം ഉണ്ടാക്കുന്നതാണെങ്കിലും തുറന്നു പറയുന്നതാണ് നല്ലത്. പ്രശ്നങ്ങളുടെ ഭാഗത്ത് നിൽക്കാതെ അതിനുള്ള യഥാർത്ഥ പരിഹാരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അപ്പോഴേ നമുക്ക് കഴിയൂ. അതാ മോനെ ശരി. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. എന്തായാലും ജീവിതത്തിലെ ഒരു വലിയ കഷ്ടകാലം കഴിഞ്ഞല്ലോ എന്നോർത്ത് സമാധാനിക്കാം. അമ്മ എന്തിനാ ആദർശിനെ പോവാൻ സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും ആദർശ് പോയേനെ. അതിന്റെ ആവശ്യം എന്തായിരുന്നു അമ്മേ? മീരി പോയി ആനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഞാനത് പറഞ്ഞതല്ലേ, ഹരിയെ വിളിച്ചതുമാണ്. ആ ബീനാന്റി അത്രയും അമ്മയോട് മോശമായിട്ട് സംസാരിച്ചിട്ടും ആദർശ് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ തോറ്റു പോകുന്നത് അമ്മയല്ലേ? അതുപോലും അവൻ ഓർത്തില്ല. എടി, നീ ഒന്ന് സമാധാനിക്ക്. ആദർശ് പോയത് അവന്റെ ഭാര്യയെ വിളിക്കാനല്ലേ? അല്ലാന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ ആദർശിനോട് അത്രയ്ക്ക് സ്നേഹം മീരയ്ക്കുണ്ടായിരുന്നെങ്കിൽ ആദർശ് വരൂന്ന് അറിയുമ്പോ ഇങ്ങോട്ട് വരേണ്ടത് അവളായിരുന്നില്ലേ? അവൾ അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? നീ എന്ത് വിവരക്കേടാ ഈ പറയുന്നത്? ആദർശ് വരുന്ന കാര്യം നമ്മൾ പോലും അറിഞ്ഞില്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ മീര അറിയും? അല്ലെങ്കിലും ഇതിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും മീര ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടത് തന്നെയല്ലേ? എന്തിനാ? സത്യം പറഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം ഈ വീട്ടിൽ സമാധാനം ഉണ്ടായത് അവൾ ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ്. നീ എന്തിനാ മോളെ മീരയെ ശത്രുവായി കാണുന്നത്? മീരയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലായിരുന്നെന്നും നമ്മൾ അവളെ തെറ്റിദ്ധരിച്ചായിരുന്നു എന്നും ബോധ്യപ്പെട്ടതല്ലേ? മഹ്യങ്ങളുടെ കാര്യത്തിൽ തെറ്റു പറ്റിയതാ, ശരിയാ. എന്ന് കരുതി അവൾ ഇവിടെ കാണിച്ചു കൂട്ടിയതിനെയെല്ലാം ന്യായീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ മീരയെ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടൂന്ന് അവളല്ലേ ആദർശിനെ അറിയിച്ചത്? അങ്ങനെ അവള് ചെയ്തെങ്കിൽ അവളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിന് ആ കാര്യം മീരയാണ് ആദർശിനെ അറിയിച്ചെന്ന് തെളിവൊന്നുമില്ലല്ലോ. വിഘ്നേഷ് ചേട്ടാ, നിങ്ങൾ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്യണ്ട. അവളോ അവളുടെ വീട്ടുകാരോ അല്ലാതെ വേറെ ആരെ ഈ കാര്യങ്ങൾ ആദർശിനെ അറിയിക്കുന്നത്? അതെന്തെങ്കിലും ആകട്ടെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ട്. നമ്മളും മീരയെ തെറ്റിദ്ധരിച്ചത് ശരിയാണല്ലോ. ഓ, അപ്പൊ അമ്മയും അവളുടെ ഭാഗത്തായി അല്ലേ? ഞാൻ ആരുടെയും ഭാഗം പിടിച്ചിട്ടില്ല. എനിക്ക് വലുത് ഈ വീടിന്റെ സന്തോഷവും സമാധാനവും. ആദർശ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ. ഇനി അവന് കൂടുതൽ പ്രശ്നങ്ങൾ കൊടുത്ത് അവന്റെ സമാധാനം കളയാൻ ഞാൻ സമ്മതിക്കില്ല. ആ, അമ്മ പറഞ്ഞതാണ് ശരി. ഈ കുറച്ച് ദിവസങ്ങളില് ആദർശ് അനുഭവിച്ചത് എന്താണെന്ന് അവനെ അറിയൂ. ഇനിയെങ്കിലും കുറച്ച് സമാധാനം കൊടുക്കണം. അതിനാ മീരയുടെ കൂടെ ജീവിച്ച അവന് സമാധാനം കിട്ടുമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ആരും കരുതുന്നത് പോലെയല്ല. അവള് നല്ല ഒന്നാം തരം സൂത്രക്കാരിയാ. ആരൊക്കെ എത്രയൊക്കെ അവളെ വാഴ്ത്തി പാടിയാലും ഞാൻ അതൊന്നും സമ്മതിക്കില്ല. അതിന് അബിയുടെ സമ്മതം അവർക്ക് വേണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദർശ് മീരയും തമ്മിൽ നല്ല സ്നേഹത്തില. അവര് തമ്മിൽ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് അവരെ വേർതിരിക്കാൻ നോക്കുന്നതോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നതോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. മീരയോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. അവളുടെ ചില പ്രവൃത്തികൾ എനിക്കിഷ്ടായില്ല. ഞാനത് തുറന്നു പറയുകയും ചെയ്തു. അതിന് മീരയുടെ നന്മയും തിന്മയും ചർച്ച ചെയ്ത് ലിസ്റ്റ് എടുക്കുവല്ലോ ഞാൻ ചെയ്തത്. ഇപ്പൊ ആദർശ് മീരയുടെ വീട്ടിൽ പോയതിനെ കുറിച്ചല്ലേ പറഞ്ഞത്? അതിനമ്മ സമ്മതിച്ചത് എന്തിനാന്നാ എനിക്ക് അറിയേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ അബി, ഞാൻ സമ്മതിച്ചില്ലെങ്കിലും ആദർശ് പോയേനെ. അതുകൊണ്ടും കൂടിയാ ഞാനൊന്നും മിണ്ടാതിരുന്നത്. അതുമാത്രമല്ല, സുഭദ്രേച്ചി പറഞ്ഞു ആദർശ് പോയി മീരയെ വിളിക്കുന്നതാണ് ശരിയെന്ന്. അതാ ആദർശ് പോയത്. ഈ ആന്റിക്ക് ഇത് എന്തിന്റെ കേടാ? എന്തിനാ വെറുതെ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ വീട്ടിലുള്ളവരെക്കാളും ആന്റിക്ക് സ്നേഹം മീരയോടാ. അതിന്റെ കാര്യം എനിക്കറിയണം. അബി, നീ ഇത് എങ്ങോട്ടാ? എനിക്ക് ആന്റിയോടൊന്ന് സംസാരിക്കണം. എന്തിനെ? അത് വേണ്ട. നീ ഇപ്പൊ പോയി ഒന്ന് സംസാരിക്കണ്ട. പറ്റില്ല അമ്മേ. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. ജനിച്ച നാള് മുതൽ കൂടെയുള്ള എന്നെക്കാൾ സ്നേഹം അവളെയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞ മതിയാവൂ. എന്റെ അബി, നിന്റെ നാവിന്റെ നിയന്ത്രണം നിന്റെ പോലും കയ്യിലല്ല.
ഇപ്പൊ ആന്റിയുടെ അടുത്ത് ചെന്നാ എന്തെങ്കിലുമൊക്കെ നീ വിളിച്ചു പറയും. അത് പിന്നെ ശരിയാവില്ല. അതെ, ചേച്ചിയോട് എതിർത്തൊന്നും സംസാരിക്കാൻ പാടില്ല. ആ അത് ദേവേട്ടന് പോലും സഹിക്കില്ല. അതുകൊണ്ട് നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എന്ത് കഷ്ടം ഇത്. മനോജേട്ടാ, നിങ്ങൾ ഈ കാണിച്ചത് തീരെ ശരിയായില്ല. എന്ത് ഇവിടെ ഇരിക്കുന്നോ? മനോജേട്ടാ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? സത്യത്തിൽ നിനക്ക് എന്താടി പ്രശ്നം? വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കുവാണോ? അത് ശരിയാണല്ലോ. അച്ഛൻ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ? ആ, അമ്മയല്ലേ വന്ന് ഓരോന്ന് പറയുന്ന. അല്ലെങ്കിലും നീ നിന്റെ ചേട്ടൻ എന്റെ അച്ഛനൊപ്പം നിൽക്കൂ. ഞാൻ പറഞ്ഞതേ വിശാലിന്റെ കാര്യമാ. വിശാലിനിപ്പോ എന്താ പറ്റിയേ? നിങ്ങൾ എന്തിനാ അവനെ തിരിച്ചു പോകാൻ സമ്മതിച്ചത്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? നീയല്ലേ ഇത്രയും ദിവസം അവനോട് തിരിച്ചു പോന്ന് പറഞ്ഞോണ്ടിരുന്നേ? അതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അല്ലെങ്കിലും അവന് ഒരിക്കലും വീട്ടിൽ നിൽക്കാൻ സമയമില്ലായിരുന്നു. എന്നിട്ട് മീരയ്ക്കൊരാവശ്യം വന്നപ്പോ അവന് വരാനും വീട്ടിൽ നിൽക്കാനും സമയമുണ്ടായി. ഇപ്പതേ ആദർശ് തിരിച്ചു വന്നപ്പോ ഓടിപ്പോയേക്കുന്നു. ഉം, അതിനിപ്പോ എന്താ അമ്മേ? വിശാലേട്ടൻ വന്ന കാര്യം നടത്തിട്ടല്ലേ പോയത്? അതെ. അവനല്ലെങ്കിലും സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാനാ സമയമില്ലാത്തത്. ഇത്ര നാള് ഞാൻ അവനോട് ചോദിച്ച് പുറകെ നടന്നതാ കുറച്ചു ദിവസം എനിക്കൊപ്പം ഇവിടെ നിൽക്കാൻ. അന്നൊന്നും അവന് നേരമില്ല. എന്നിട്ട് മീരയ്ക്കൊരാവശ്യം വന്നപ്പോ അവന് വന്ന് നിൽക്കാം. എന്നിട്ട് അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോ ഉടനെ ഓടിപ്പോയേക്കുന്നു. മീരയുടെ കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിലും അവൻ വന്ന് നിന്നത് ഇവിടെയല്ലേ? ഇത്രയും ദിവസം നിനക്കൊപ്പം അവൻ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നേ? പിന്നെന്താടി പ്രശ്നം? ദേ, നിങ്ങൾ വെറുതെ ഇല്ലാത്ത ന്യായം ഉണ്ടാക്കി പറയണ്ട. സത്യത്തില് ഈ കാര്യത്തിൽ തെറ്റ് മനോജന്റെ ഭാഗത്താ. ഞാൻ എന്ത് ചെയ്തു? വിശാല് പോകുകയാണെന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതിയെന്ന് നിർബന്ധമായിട്ടും പറയണമായിരുന്നു. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതാ ഞാൻ തടയാതിരുന്നത്. നീ പറയുന്ന പോലെ വിശാലിന്റെ കാര്യത്തിൽ എനിക്ക് ചില ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു. അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അലഞ്ഞു നടക്കുന്നവനാണെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. എൻ്റെ മകന് കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനറിയാം. കുടുംബത്തിന് ആവശ്യമുള്ള സമയത്ത് അവൻ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഹോ, പെങ്ങളുടെ മോളെ സഹായിച്ചത് കൊണ്ടാവും. അതെ, അതിലെന്താ സംശയം? മീര വിശാലിന്റെ അനിയത്തി തന്നെയാണ്. മീരയ്ക്കൊരാവശ്യം വന്നപ്പോ അവൻ അവളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നാളെ നിനക്കോ വിദ്യക്കോ ഒരാവശ്യം വന്നാൽ അവൻ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കുറപ്പാ. അത് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം. അവൻ എന്റെ മോനാ. ഞാൻ പ്രസവിച്ച് വളർത്തിയ എന്റെ സ്വന്തം മോൻ. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ നമ്മുടെ മക്കൾക്കുള്ളൂ. നിങ്ങൾ എന്താ പറഞ്ഞേ? ഒയ്യോ, ഒന്നും പറഞ്ഞില്ല എന്റെ പൊന്ന് ധന്യേ. ഇനി അതി കയറി പിടിച്ച് വഴക്കുണ്ടാക്കല്ലേ, വയ്യ. അല്ലെങ്കിൽ എവിടെയെങ്കിലും വഴക്കുണ്ടാക്കാൻ ചാൻസ് ഉണ്ടോന്ന് നോക്കി നടക്കുകയല്ലേ അമ്മ? ഓഹോ, നിങ്ങളുടെ തമാശ കേൾക്കാനല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. മനോജേട്ടാ, നിങ്ങൾ വിശാലിനെ വിളിച്ച് ഉടനെ തിരിച്ചു വരാൻ പറയണം. എനിക്ക് പറ്റില്ല, ഞാൻ പറയില്ല. നിനക്ക് അത്യാവശ്യമാണെങ്കിൽ നീ വിളിച്ചു പറ. അല്ലാതെ അവനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് പറ്റും. അത് ഞാൻ പറഞ്ഞാലല്ല. മീരയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ നിങ്ങൾ അവനെ വിളിച്ചു വരുത്തും. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ ഒരു കാര്യമില്ലാതെ വീട്ടിൽ വിളിച്ചിരുത്താനൊന്നും പറ്റില്ലല്ലോ. എന്റെ പൊന്നുമോളെ, നീ ഒന്നും പറയണ്ട. എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നവരോട് വേണ്ടേ പറയാൻ. ഇത് ഒരു കാര്യമില്ല. മോനെ, ആ, എന്താ അമ്മേ? അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. അതെ മോനെ, ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന ഒരു ദിവസം ഇന്ന്. എന്താ അങ്ങനൊരു സന്തോഷം? ഹരി വിളിച്ചിരുന്നു. ആദർശ് വന്ന് മീരമോളെ കൂട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞു. ആ, ശരിക്കും സന്തോഷമുള്ള വാർത്തയാണല്ലോ. അതെ, ഇനിയെങ്കിലും മീരയുടെ പ്രശ്നങ്ങളെല്ലാം മാറിയാൽ മതിയായിരുന്നു. സന്തോഷമുള്ളൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, ആദർശ് വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് കരുതി എല്ലാം ശരിയായെന്നൊന്നും ആരും കരുതണ്ട. ആദർശിന്റെ വീട്ടില് മീരയ്ക്ക് അത്ര നല്ല സ്വീകരണം ഉണ്ടാവണമെന്നൊന്നുമില്ല. നിന്റെ നാവിൽ നല്ലൊന്നും വരില്ലേ തന്നെ? ഞാൻ പറഞ്ഞത് സത്യം. ആ മാധവി മാഡം അഭിരാമിയൊന്നും മീരയോട് അത്ര സ്നേഹത്തിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ധന്യ പറയുന്ന കേട്ടിട്ട് അമ്മ വിഷമിക്കണ്ട. മീരയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതെ മുത്തശ്ശി, പറഞ്ഞു കേട്ടിടത്തോളം ആദർശേട്ടന്റെ മീരയോട് വലിയ കാര്യം.
അതുകൊണ്ട് തന്നെ പൊന്നുപോലെ അവളെ നോക്കിക്കോളും. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കണ്ട. നമുക്കെല്ലാം നേരിൽ കാണാമല്ലോ. അപ്പൊ മനസ്സിലാവും ആര് പറഞ്ഞതാ സത്യമൊന്ന്. നീ പോകുന്നുണ്ടോ? സ്ഥാനത്തോ സ്ഥാനത്തോ കയറി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാതെ. ഞാൻ പോയേക്കാം. പോ, പോ, പോ. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന് ഇനിയെങ്കിലും സമാധാനമുള്ളൊരു ജീവിതം കൊടുക്കണേ. ഇത് ബാഗിതാ. ആ നിങ്ങൾ എത്തിയോ? നിങ്ങളെ ഒരുമിച്ചിങ്ങനെ സന്തോഷത്തോടെ കണ്ടപ്പോ മനസ്സ് നിറഞ്ഞു മക്കളെ. ഞങ്ങൾ എന്നും ഇങ്ങനെ തന്നെ ആന്റിയുടെ മുന്നിലുണ്ടാവും. അത് മതി മോളെ. നീ പോയത് പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. ശ്വാസം മുട്ടിയാ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയത്. ആന്റി എന്തിനാ വെറുതെ വിഷമിച്ചത്? ഞാൻ പോയത് വീട്ടിലേക്കല്ലേ. അത് ശരിയാ. പക്ഷേ നീ ഈ വീടിന്റെ നിലവിളക്കാ മോളെ. ഇവിടെയാ നീ ഉണ്ടാകേണ്ടത്. ഓ, വന്നോ? വന്നു. എന്താ നിനക്ക് ഇഷ്ടമായില്ലേ? സത്യം പറയാലോ ആദർശേ, നീ മീരെ വിളിക്കാൻ അവിടെ പോയത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. അതിന് അവസരം ഒരുക്കിയത് നീ കൂടെ അല്ലേ അബി? എന്റെ ഭാര്യ ഈ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ നീ എന്തിനാ അമ്മയെ കൊണ്ട് മീരയെ പറഞ്ഞു പിടിപ്പിച്ചത്? അഭി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഞാൻ മീരയെ ഹരിക്കൊപ്പം അയച്ചത്. പിന്നെ എന്തിനാ? അമ്മ അബി എത്ര ന്യായീകരിച്ചാലും ഇവിടെ നടന്ന കാര്യവും കാരണവും എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ ആദർശേട്ടാ ഇനി ഇങ്ങനെ ഒരു സംസാരം? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ തിരിച്ചു വരുകയും ചെയ്തു. ഓ, തുടങ്ങി. എന്റെ മീര, നീ എന്തിനിങ്ങനെ അഭിനയിക്കുന്നത്? ഓരോന്ന് പറഞ്ഞു ആദർശിന്റെ മനസ്സിൽ വിഷം നിറച്ചിട്ട് ഇപ്പൊ എന്തിനാ ഈ നല്ല പിള്ള ചമയില്? ചേച്ചി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അബി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ആവശ്യമില്ലാതെ നീ മീരയെ ചോദ്യം ചെയ്യാനോ ഭരിക്കാനോ നോക്കണ്ട. അതിന് ഇവളുടെ ഭർത്താവായിട്ട് ഞാനിവിടെ ഉണ്ട്. പിന്നെ എന്റെ കൺമുമ്പിൽ വെച്ച് ഇതാണ് അവസ്ഥയെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. നീ എന്തൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കാ മോനെ? അതാ ഇങ്ങനെ ഓരോന്നും പറയുന്നത്. ഒരു തെറ്റിദ്ധാരണയില്ലമ്മേ. അല്ലെങ്കിൽ പറ, എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി മീരയെ പറഞ്ഞു വിട്ടത്? ഇവൾക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാനായിരുന്നല്ലോ ഇഷ്ടം. നീ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പോലും വീട്ടിൽ പോകാൻ കിട്ടുന്ന ഒരവസരവും മീര പാഴാക്കിയിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് നീ ഇല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടെന്ന് കരുതി അമ്മ ഇവളെ പറഞ്ഞയച്ചത്. അങ്ങനെ അല്ലെങ്കിൽ ഇവള് പറയട്ടെ. മീര നിങ്ങൾക്കെതിരായി ഒന്നും പറയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇത്ര ധൈര്യത്തിൽ ഓരോന്ന് പറയുന്നത്. എന്തിനാ വെറുതെ ഓരോ പ്രശ്നം? എനിക്ക് ആരോടും പിണക്കോ ദേഷ്യമൊന്നുമില്ല. അതൊക്കെ മോളുടെ നല്ല മനസ്സ്. അതിനിയെങ്കിലും അബി മാധവിയും തിരിച്ചറിയണം. സത്യം പറയാലോ ആന്റി, അബിയുടെ കാര്യത്തിൽ എനിക്ക് സങ്കടമില്ല. കാരണം എനിക്ക് അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഇവളിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ അമ്മയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. വേണ്ട ആദർശേട്ടാ, അമ്മ എന്നോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടിയാ വീട്ടിൽ പോയി നിന്നോളാൻ പറഞ്ഞത്. താൻ എത്രയൊക്കെ ന്യായീകരിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല മീര. എല്ലാവരും എനിക്കറിയാം. എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും അറിയാം. മഹാദേവൻ അങ്കിളിന് വേണ്ടിയാ അമ്മ തന്നെ തള്ളി പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ അമ്മയ്ക്ക് ആങ്ങളുടെ തനി സ്വഭാവം? മഖിയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയത് ശരിയാണ്. ഞാൻ അവനെ കണ്ടത് സഹോദരനായല്ല, മൂത്ത മകനായ. അതാ എനിക്ക് പറ്റിയ തെറ്റ്. ആരെയും അന്ധമായി വിശ്വസിക്കരുത് മാധവി.
അത് സഹോദരനായാലും സ്വന്തം മക്കളായാലും. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത്? ഞാനൊരു സത്യം പറഞ്ഞതാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്ക് പലതും ഇനിയും മനസ്സിലാകാനുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയാ നിനക്ക് തന്നെ കൊള്ളാം. ആദർശേ, നീ കഴിഞ്ഞതൊക്കെ മറക്ക്. എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. അതല്ലേ നല്ലത്. ആദർശേട്ടാ, എനിക്കൊന്നിനും ആരോടും പരാതിയോ പിണക്കോ ഇല്ല. ഇതെന്റെ വീടാ. ഇവിടെ ഉള്ളവരൊക്കെ എന്റെ സ്വന്തമാ. ഞാൻ അങ്ങനെ മാത്രമേ കരുതിയിട്ടുള്ളൂ. അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവ് ഈ വീട്ടിൽ പലർക്കും ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിനക്ക് പലതവണ ഞാൻ മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. വീണ്ടും പറയുക, എനിക്ക് വേണ്ടത് സമാധാനവും സന്തോഷമാ. അത് ഈ വീട്ടിലുണ്ടാവണം. മീരെ, മോന് കഴിക്കാൻ എടുക്കട്ടെ? വേണ്ടമേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. എന്നാലും ആദർശേട്ടൻ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലാതായി പോയല്ലോ. ആദർശേട്ടനെ കണ്ട് സംസാരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ വിളിക്കാന്ന്. അപ്പൊ ആദർശ് പറഞ്ഞു ആദർശ് നിന്നെ പിന്നെ വിളിച്ചോളാന്ന്. അതാ പിന്നെ വിളിക്കാഞ്ഞത്. അതെ, ആദർശ് ആ സമയത്ത് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. അതിന് നീ എന്തിനാ വിഷമിക്കുന്ന മോനെ? നിനക്ക് എപ്പോ വേണമെങ്കിലും ആദർശിനെ പോയി കാണാമല്ലോ. എവിടെ? അവരുടെ വീട്ടിലോ? ഞാനൊന്നുമില്ല അങ്ങോട്ട്. അവിടെ ആ അഭിരാമി ആരോട് വഴക്കുണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവർക്കാണെങ്കിലേ എന്നെ കാണുന്നത് തന്നെ ദേഷ്യ. നീ എന്തിനാ അതൊക്കെ നോക്കുന്നത്? നീ പോകുന്നത് നിന്റെ പെങ്ങളെ അളിയനെയും കാണാനല്ലേ. അവിടെ അഭിരാമിയുടെ വാശിക്കോ അഭിരാമിക്കോ ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ അത് ശരിയാവില്ല അമ്മേ. മീര തന്നെ അവിടെ കഴിയുന്നത് ഏതവസ്ഥയിലാണെന്ന് പറയാൻ പറ്റില്ല. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല സൂരജെ. ഇപ്പോ ആദർശ് തിരിച്ചു വന്നല്ലോ. ഇനിയിപ്പോ പഴയതുപോലുള്ള ഭരണമൊന്നും അഭിരാമിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഉണ്ടാവാതിരുന്നാ മതി. പാവം മീര എന്ത് വിഷമുണ്ടായാലും ആരോടും പറയാതെ മനസ്സിലൊതുക്കും. മീരയുടെ ആ സ്വഭാവമാണ് ആ അഭിരാമി ചൂഷണം ചെയ്യുന്നത്. ആ കാര്യത്തില് ഹരിയേട്ടനും മോശമല്ല. ഹരിയേട്ടനും വിഷമങ്ങളൊന്നും ആരോടും പറയില്ല. അങ്ങനെ നിൽക്കുന്നോണ്ട് കൂടിയാ മീരയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നെന്നാ ഞാൻ പറയുന്നത്. മീര എന്തു പറഞ്ഞാലും ചെയ്താലും ഒന്നും ആരും പറയില്ല എന്നൊരു ചിന്ത ആ അഭിരാമിക്കുണ്ട്. അത് മാറ്റിക്കൊടുത്താൽ തന്നെ അവള് പകുതി അടങ്ങും. അതൊരു പരിധിവരെ ശരിയാ. പക്ഷേ വഴക്കും പിണക്കോയിട്ട് ജീവിച്ച പിന്നെങ്ങനെയാ മീരയ്ക്ക് സമാധാനം ഉണ്ടാവുന്നത്? അത് മാത്രമല്ല, ആദർശേട്ടന്റെ കാര്യം കൂടി ഓർക്കണ്ടേ. ആദർശേട്ടൻ ആരെ ഒഴിവാക്കും? ഭാര്യയ്ക്ക് വേണ്ടി വീട്ടുകാരെയും വീട്ടുകാർക്ക് വേണ്ടി ഭാര്യയും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ആദർശിന്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടത് മീരയും നമ്മളുമാണ്. അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ അധികം കൈകടത്താത്തതാണ് നല്ലത്. എന്ന് കരുതി എന്തും സഹിക്കണമെന്നില്ലല്ലോ. ആദർശില്ലാത്ത ആ കുറച്ച് സമയം തന്നെ മീര ഒരുപാട് സഹിക്കേണ്ടി വന്നില്ലേ? ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. തൽക്കാലം പ്രശ്നമൊന്നും ഇല്ലല്ലോ ബീന. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനൊരു സംസാരം? അങ്ങനല്ല ഹരിയേട്ടാ. ഇപ്പൊ ആ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ സൂരജ് മടിച്ചത് കണ്ടോ? അതുപോലെ നമുക്കും മനസ്സിനൊരു പേടിയില്ലേ? നമ്മുടെ മകളുടെ വീടല്ലേ അത്. അവിടേക്ക് പോവാൻ രക്ഷിതാക്കളായി നമ്മൾ പേടിക്കുന്ന അവസ്ഥ വരിക എന്ന് പറഞ്ഞാലോ അതെങ്ങനെയാ ശരിയാവുക? അതൊക്കെ പതിയെ ശരിയാവും. അഭിരാമി എന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. ആ കുട്ടിക്കും അവരുടെ വീട്ടിലേക്ക് പോകേണ്ടി വരില്ലേ? അപ്പൊ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. അപ്പൊ പിന്നെ നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ വിട്ടാല് വലിയൊരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റില്ലേ? ഹരിയച്ചൻ പറഞ്ഞത് ശരിയാമേ. അഭിരാമി പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ അവിടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ആദർശേട്ടൻ്റെ അമ്മ ഒരു പാവമാണെന്ന്. ഈ അഭിരാമിയുടെ വാക്ക് കേട്ടിട്ടുണ്ടാക്കിയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. ഒന്നുമല്ലെങ്കിലും അവരല്ലേ മീരയെ ആദർശേട്ടന് വേണ്ടി ആലോചിച്ചത്. അഭിരാമിയെപ്പോലെ സ്വാർത്ഥയായിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ശരിയാ. പക്ഷേ ആ പെണ്ണവിടുന്ന് പോകുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അവളുടെ സ്വഭാവം കാരണം അവളെ ഭർത്താവിന്റെ വീട്ടിൽ കയറ്റില്ലെന്നാ. അങ്ങനൊന്നും പറയാതെ ബീന. നമ്മളെന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? മീരയുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മീരയ്ക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ലേ?
ഇനിയിപ്പോ സൂരജിന്റെ വിവാഹം കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നമുക്ക് മീരയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയല്ലേ അഭിരാമിയെ മാധവ മേഡത്തിനെ സംബന്ധിച്ചിടത്തോളം? രണ്ടു മക്കളും അവർക്ക് ഒരുപോലല്ലേ? അതെന്താ ഹരിയേട്ടാ, അഭിരാമിയെ പോലെയാണോ മീര? നല്ല സ്വഭാവമാണെങ്കിൽ അവൾ അവിടെ നിൽക്കുന്നതിന് നമുക്കെന്താ? ഇതങ്ങനെയല്ലല്ലോ. മീരയോടും മീര കാണാൻ ചെല്ലുന്ന നമ്മളോടും ശത്രുവിനോടെന്ന പോലെയല്ലേ അവള് പെരുമാറുന്നത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആദർശിനെ കാണാൻ പോവാൻ പോലും സൂരജ് മടിച്ചത്. ഇത് അഭിരാമിയെ പേടിച്ചിട്ടല്ലേ?